ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. ഏകകക്ഷി മേധാവിത്വത്തിന്റെ യുഗം എന്നുള്ളതാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്ത പോലെ 3 വെല്ലുവിളികളിൽ രണ്ടാമത്തെ വെല്ലുവിളികൾ നമ്മൾ ചർച്ച ചെയ്തതാണ് ജനാധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത്. ആ ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് കൊണ്ടുവന്നത്, ആ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ നേതാക്കന്മാർ മുന്നോട്ട് കടന്നു വന്നു. പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചിരുന്ന വ്യക്തി. എന്നാൽ ഇന്ത്യയിൽ ജനാധിപത്യം കൊണ്ടുവരുന്നതിനെ ഇന്ത്യയിലെ മറ്റുള്ളവർ അതിനെ എതിർക്കുവാൻ മുന്നോട്ട് വന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ലോകത്ത് അതിനു മുമ്പ് തന്നെ ജനാധിപത്യം സ്ഥാപിച്ചിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ, അങ്ങനെയുള്ള വികസിത രാജ്യങ്ങളായിരുന്നു മുമ്പ് കാലങ്ങളിൽ ജനാധിപത്യം കൊണ്ടുവരികയും വികസിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തിരുന്നത്. മാത്രമല്ല, ഈ രാജ്യങ്ങളെല്ലാം തന്നെ സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ തന്നെ മുമ്പിലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയിൽ തീർത്തും വിപരീത അന്തരീക്ഷമുള്ള ഇന്ത്യക്കകത്ത് ഒട്ടനവധിയായിട്ടുള്ള ദരിദ്രർ താമസിക്കുന്ന, ഒട്ടനവധിയായിട്ടുള്ള നിരക്ഷരർ താമസിക്കുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിട്ടുള്ള ജോലിയാണ്. അതിൽ ഇന്ത്യ പരാജയപ്പെടും, നെഹ്റുവിനെ തോൽവി സമ്മതിക്കേണ്ടി വരുമെന്നൊക്കെയായിരുന്നു എതിർചേരിയുള്ള ആൾക്കാരുടെ വാദം. എന്നാൽ ജവഹർലാൽ നെഹ്റു വളരെ കണിശക്കാരനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. അത്രയും തന്നെ നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ മുന്നിട്ടിറങ്ങി. പ്രധാനമായിട്ടും 1951, 52 കാലഘട്ടങ്ങളിലായിരുന്നു ഇന്ത്യയിലെ ആദ്യ ഇലക്ഷൻ നടന്നത്. ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ആസൂത്രണങ്ങളാണ് നടന്നത്. അതിന്റെ ആദ്യത്തെ പ്രക്രിയ എന്ന നിലയിൽ 1950 ഇലക്ഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിക്കുകയും ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് സുകുമാർ സെന്നിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആര് എന്നുള്ളൊരു ചോദ്യം നമുക്ക് കടന്നു വരാം. അപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് ഉത്തരം എഴുതേണ്ടതുണ്ട്. സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിതനായത്. അപ്പോൾ 1950 ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുകയും സുകുമാർ സെൻ അതിന്റെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അവരോധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഒന്നാമത്തെ ഇലക്ഷൻ നടത്തുന്നതിനുള്ള പദ്ധതികൾ രൂപപ്പെട്ടത്. ആദ്യത്തെ ഇലക്ഷൻ നടത്തുവാൻ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നിയോജക മണ്ഡലങ്ങളായിട്ട് അതിർത്തികൾ നിർണ്ണയിക്കുക എന്നുള്ളതായിരുന്നു. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള പ്രയാസമേറിയ ജോലികളായിരുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനിടയിൽ നമ്മൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, 17 കോടിക്ക് വരുന്ന വോട്ടർമാർക്കിടയിൽ ആകെ വരുന്ന 15% വരുന്ന ജനങ്ങൾക്ക് മാത്രമേ സാക്ഷരത ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജനാധിപത്യം ഒരു ജനാധിപത്യം എങ്ങനെയാണ് അതിന്റെ ഭരണക്രമം നിർവഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ജനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 15% മാത്രമായിരുന്നു. ഈ ജനങ്ങളെ വെച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ ജനാധിപത്യം രൂപപ്പെടുത്തേണ്ടതെന്ന വളരെ പ്രയാസകരമായിട്ടുള്ള ജോലി. പക്ഷെ നമ്മൾ വളരെ കറക്റ്റായിട്ടുള്ള, വളരെ ഉത്തരവാദിത്തപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പിൽക്കാല ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക, ഈ 2 വെല്ലുവിളികളായിരുന്നു സുകുമാർ സെന്നിന്റെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ കമ്മീഷന് മുന്നിലുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ പ്രക്രിയ കൃത്യമായിട്ട് തന്നെ അവർ മറികടന്നു. വോട്ടർ പട്ടിക അവർ തയ്യാറാക്കി. എന്നാൽ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ നമ്മൾ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അത് സ്ത്രീകളുടെ പേര് കൃത്യമായി നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. രാമന്റെ മകൾ, കൃഷ്ണന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ പുരുഷ കേന്ദ്രീകൃതമായി കൊണ്ടായിരുന്നു സ്ത്രീകളുടെ പേര് പരാമർശിച്ചിരുന്നത്. പിന്നീട് ആ വോട്ടർ പട്ടിക തിരുത്തുകയും നമ്മൾ സ്ത്രീകളുടെ പേര് നേരിട്ട് പരാമർശിച്ചുകൊണ്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുകയും ചെയ്തു. ഇവിടെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് ജനാധിപത്യം സ്ഥാപിച്ച അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളൊന്നും തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഈ രാജ്യങ്ങൾക്കൊക്കെ മാതൃകയായിക്കൊണ്ട് നമ്മുടെ രാജ്യം എന്ത് ചെയ്തു, ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ എല്ലാ സ്ത്രീകൾക്കും വോട്ടവകാശം കൊടുക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. മറ്റൊന്ന് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു പ്രതിസന്ധിയെയും ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറികടന്നു. ഏകദേശം 3200 വരുന്ന സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളും 489 വരുന്ന ലോകസഭാ മണ്ഡലങ്ങളുടെയും അതിർത്തി നിർണ്ണയിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇഴകേറി പരിശോധിച്ചുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വോട്ടിംഗ് മെഷീൻ വെച്ചുകൊണ്ടായിരുന്നില്ല ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഏതൊക്കെ സ്ഥാനാർത്ഥികളുണ്ടോ അതിലേത് സ്ഥാനാർത്ഥിയെയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പകരമായിട്ട് ഒരു ബാലറ്റ് പെട്ടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാകും.
എത്ര സ്ഥാനാർത്ഥികളുണ്ട് അത്രയും പെട്ടികൾ ആ സ്ട്രീറ്റിംഗ് റൂമിനുണ്ടായിരിക്കും. ആ സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇലക്ടർ കടലാസ് ആ പെട്ടിയിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളതായിരുന്നു ആ തെരഞ്ഞെടുപ്പ്, ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിന്റെ രീതി എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ 489 സീറ്റിൽ 364 സീറ്റും കരസ്ഥമാക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വമ്പിച്ച വിജയം കരസ്ഥമാക്കുകയും മൊത്തം വരുന്ന വോട്ടർമാരിൽ 17 കോടി വരുന്ന വോട്ടർമാരിൽ പകുതിയിലധികം ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുകയും ഇന്ത്യൻ ജനാധിപത്യം പരാജയപ്പെട്ടില്ല, ഇന്ത്യൻ ജനാധിപത്യം വിജയിച്ചു എന്നുള്ള കാഴ്ചയായിരുന്നു ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. 489 ലോക്സഭാ മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം എത്തുമ്പോൾ അതിൽ 364 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ പാർട്ടിയായി മാറി. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിക്കാനുള്ളത് 1 തൊട്ട് 3 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് മൊത്തം സീറ്റുകളുടെ എണ്ണമെന്നും അതിൽ എത്ര സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരസ്ഥമാക്കി, എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്രയും മേജർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ വിജയത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് മേധാവിത്വത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷകൾക്കകത്ത് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓരോ തെരഞ്ഞെടുപ്പിലും ലഭിച്ചിരിക്കുന്ന സീറ്റുകളുടെ എണ്ണമാണ് ഇവിടെ ബോർഡിൽ ഞാൻ പരാമർശിച്ചിരിക്കുന്നത്. 1952 നമ്മുടെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിനകത്ത് മൊത്തം 489 മണ്ഡലങ്ങളിലാണ് ഇലക്ഷൻ നടന്നത്. അതിൽ 364 സീറ്റുകൾ കരസ്ഥമാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്തെത്തി. തൊട്ടടുത്തത് 1957 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 494 സീറ്റുകളിലേക്കായിരുന്നു മത്സരം. 371 സീറ്റോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ആ അപ്രമാദിത്വം നിലനിർത്തുന്നു. 1962 494 സീറ്റുകളിൽ 361 സീറ്റ് നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിനകത്ത് നമ്മൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്രയും വലിയൊരു വിജയം ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ മാറിയത്. അതാണ് ഈ ചാപ്റ്റർ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ ഈ ഏകകക്ഷി മേധാവിത്വത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെ? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് പൊരുതിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോടും ആ പ്രസ്ഥാനത്തോടും ഇന്ത്യൻ ജനതയ്ക്ക് തീർത്താൽ തീരാത്ത ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ആ ഒരു ആത്മബന്ധം വോട്ടിന്റെ എണ്ണത്തിൽ പ്രതിഫലിപ്പിച്ചു എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേടിയ മേധാവിത്വത്തിന്റെ ഒരു കാരണം. മറ്റൊന്ന്, നെഹ്റുവിനെ പോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം വേരുകളുള്ള, അത്രയും ദിഷണാശാലിയായ, അത്രയും പ്രതിഭയുള്ള ഒരു നേതാവിന്റെ സാന്നിധ്യം. നെഹ്റുവായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ക്യാമ്പയിനുകളെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. നെഹ്റുവിന്റെ സാന്നിധ്യമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകളിലേക്ക് ഇത്രയും അധികം വോട്ടിലേക്ക് അവർ മാറുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് ആയിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മേധാവിത്വത്തിലേക്കുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ സാന്നിധ്യമായിരുന്നു. മാത്രമല്ല, മറ്റു പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ജോലികൾ തുടങ്ങുന്നതിനും കുറെ കാലം മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. മറ്റു പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചിരുന്നു. ഇന്ത്യയിലെമ്പാടും അവർക്ക് പ്രവർത്തകരുണ്ടായിരുന്നു. മറ്റു പാർട്ടികൾ പരിമിതമായ പ്രവർത്തകരെ പറ്റി വെച്ചുകൊണ്ട് ഇലക്ഷനെ നേരിട്ടപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ മുക്കും മൂലയിലും വരെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. രാജ്യം മുഴുവൻ അവർക്ക് വേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും അവരുടെ പ്രധാനപ്പെട്ട നേട്ടമായിരുന്നു. ജനങ്ങളുമായിട്ട് അത്രയധികം ഇഴയടുപ്പം ഉണ്ടായിരുന്ന നേതാക്കന്മാർ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതും അവർക്ക് നേട്ടമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മേധാവിത്വത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, നെഹ്റുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അവരുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അവരുടെ പ്രവർത്തന ശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഡാറ്റ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ വിവരിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടും ആ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങളെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായി പഠിച്ചു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ 3 തെരഞ്ഞെടുപ്പുകൾക്കകത്ത് ഇത്രയധികം വലിയൊരു വിജയം കരസ്ഥമാക്കി, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിനകത്ത് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് വരാൻ ചാൻസ് ഉണ്ട്. വളരെ സങ്കീർണമായിട്ടുള്ള വൺ വേർഡുകൾ ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ചധികം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി നമ്മൾ ഒരുവിധം ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റു കുറച്ച് പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇത് കൂടുതലും എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു വരാൻ ചാൻസ് കുറവാണ്. കൂടുതലായിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരിക. ചിലപ്പോൾ ഒരു പാർട്ടിനകത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മളെ കൊടുക്കും,
ഒരു കള്ളിക്കകത്ത് കുറെ വർഷങ്ങൾ കൊടുക്കും, പിന്നെ അവരുടെ നേതാക്കന്മാരെ കൊടുക്കും. അപ്പോൾ ഏത് പാർട്ടി ഏത് വർഷമാണ് രൂപീകരിച്ചത്, പാർട്ടിയുടെ നേതാക്കന്മാർ ആരൊക്കെ എന്നൊക്കെ പറഞ്ഞ് മാച്ച് ദ ഫോളോയിങ്ങിന് വളരെ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പൊ നമ്മളിതിൽ ഏതാനും പാർട്ടികളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നത് 1925 രൂപീകരിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചു നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS നമ്പൂതിരിപ്പാട്, P. സുന്ദരയ്യ, അതുപോലെ തന്നെ AKG എന്നീ വ്യക്തികളാണ് അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് പറയുന്നത്. മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനസംഘമാണ്. ഈ ജനസംഘമാണ് പിന്നീട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഈ ജനസംഘം രൂപീകരിക്കുന്നത് 1951 ഭാരത സംസ്കാരവും ഭാരത രീതിയുമായിരുന്നു അവരുടെ രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട ആശയമായിട്ട് അവർ ഉയർത്തി കാണിച്ചത്. ഈ ജനസംഘം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി, അതുപോലെ തന്നെ ദീനദയാൽ ഉപാധ്യായ എന്നിവർ. മറ്റൊരു പാർട്ടിയായിരുന്നു സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇന്ന് ആ രാഷ്ട്രീയ പാർട്ടി നിലവിലില്ല. ഈ സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 1959 രൂപീകരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു P. രാജഗോപാലാചാരി, അതുപോലെ തന്നെ KM മുൻഷി എന്നിവർ. മറ്റൊരു പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അകത്തുനിന്ന് തന്നെ രൂപപ്പെട്ടു വന്നിരുന്ന ഒരു പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഏകദേശം 1934 തൊട്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് സോഷ്യലിസ്റ്റ് മനോഭാവമുള്ള ഒരു ഗ്രൂപ്പുകൾ വളർന്നു വരികയും പിന്നീട് 1948 അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്തതാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ആചാര്യ നരേന്ദ്രദേവാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലീഡർ. അപ്പൊ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ, അവ രൂപം കൊണ്ട വർഷങ്ങൾ ഏതൊക്കെ, ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ ഏതൊക്കെ എന്നുള്ള കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ കൃത്യമായി തന്നെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ വൺ വേർഡ് ആയിട്ടോ തീർച്ചയായും വരാൻ ചാൻസ് ഉള്ള ഒരു പാഠഭാഗമാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്.